KPCC ജനറൽ സെക്രട്ടറി ബാബുരാജ് രാജിവെച്ചു. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. എരഞ്ഞിപ്പാലം വാർഡിൽ സ്ഥാനാർത്ഥിയെ നൂലിൽ കെട്ടിയിറക്കി. മുതിർന്ന നേതാക്കളുടെ അഭാവം കോഴിക്കോട് കോൺഗ്രസിന്റെ പതനത്തിന് കാരണമായെന്നും ബാബുരാജ് ആരോപിച്ചു. എരഞ്ഞിപ്പാലം വാർഡ് 65 മാർഗരേഖ അനുസരിച്ച് ചേർന്ന വാർഡ് കമ്മിറ്റി യോഗത്തിൽ ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ പേരും 2 ജില്ലാ ജനറൽ സെക്രട്ടറിമാരുടെ പേരും എരഞ്ഞിപ്പാലം മണ്ഡലത്തിൽ മുൻപ് മത്സരിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരും ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരും ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുടെ പേരും ആ വാർഡ് സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പ്രവർത്തകർ പേര് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേരിന് അനുകൂലമായി അതിന് അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പേര് വന്നതിൽ നേതൃത്വത്തിനുണ്ടായിട്ടുള്ള വൈകാരികമായ നിലപാട്, ആ നിലപാടിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ വാർഡിൽ നിന്ന് പരാജയ ഭീതി കണക്കിലെടുത്ത് നഗരസഭയുടെ മറ്റൊരു വാർഡിലേക്ക് ചേക്കേറിയിരിക്കുക. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ആ ലിസ്റ്റിൽപ്പെട്ട ആർക്കും അവിടെ മത്സരിക്കാൻ സീറ്റ് നൽകരുത് എന്നായിരുന്നു. അത് KPCCയുടെ മാർഗരേഖയ്ക്ക് വിരുദ്ധമാണത്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കോൺഗ്രസിലെ രാജി തുടക്കം മുതലേ തന്നെ കോൺഗ്രസിലെ പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാത്രവുമല്ല, സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ആം ആദ്മിയിൽ വരെ പോയ നേതാക്കളെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ബാബുരാജ് ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണ് അവിടെ ചാലപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായ അയൂബും ഒപ്പം തന്നെ കൌൺസിലറായിരുന്ന അൽഫോൺസോ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചത്. അതിനുശേഷം ഇപ്പോൾ അവസാനഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് DCC ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ബാബുരാജ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, അവിടെ എരഞ്ഞിപ്പാലത്തെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കാൻ ഒട്ടും യോഗ്യനല്ല എന്നുള്ളതാണ്. നൂലിൽ കെട്ടി ഈ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കിയതാണ്. അവിടെ ആദ്യഘട്ടത്തിൽ KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസിനെ നിർത്താനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ പരാജയ ഭീതി കാരണം അദ്ദേഹം അവിടെ നിന്നും മാറി. തുടർന്ന് വാർഡുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ അങ്ങോട്ട് വെച്ചു. ഇത് KPCC മാർഗരേഖകൾക്ക് വിരുദ്ധമായ കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബാബുരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന കാര്യമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമായി മത്സരിക്കുന്ന കാര്യം ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യം ബാബുരാജ് പറയുന്നുണ്ട്. ശരി, നന്ദഗോപാൽ.